السلام عليكم ورحمة الله وبركاته. الله 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 സൂഫിയാന കാവ്യരചനകളിൽ വളരെ പ്രസിദ്ധനാണ് കേരളത്തിൻ്റെ ഉമർ ഖയ്യാം എന്നറിയപ്പെടുന്ന ഇച്ഛ അബ്ദുൽ ഖാദർ മസ്താനി. ചിലർ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കുന്നതായി കാണും. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് കഴിക്കുകയും ധരിക്കുകയും നല്ലത് മാത്രം പാടുകയും പറയുകയും ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കല്ലേ? റൂമിയെ പോലെ ഈ ലോകം മുഴുവനും സഞ്ചരിച്ച് ഈ പ്രപഞ്ചത്തിൽ വിരിയുന്ന ആനന്ദം മുഴുവനും പ്രകീർത്തനത്തിൻ്റെ സംഗീതമാക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയ പ്രണയ കാവ്യങ്ങൾക്ക് അസ്ഥിവാരമിടുകയും ചെയ്ത വലിയ മഹാനാണ് ഇച്ഛ. ഇച്ഛയുടെ സബഉൽ മസാനി എന്ന ബിരുദത്തിൽ നിന്നും അല്പം ഭാഗം മാത്രമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. സൂഫിയാക്കളുടെ ഭാഷ അത് അവരെ മനസ്സിലാക്കിയ ഖൽബ് കൊണ്ടല്ലാതെ ഗ്രഹിച്ചെടുക്കാനാവില്ല. കാരണം പ്രണയത്തിന്റെ ആൽമരച്ചില്ലകൾ പറിച്ചെടുത്ത് ഷൗക്കിന്റെ മഷുക്കുപ്പിയിൽ മുക്കി എഴുതിയ വരികളാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം അമീന ബക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ബിസ്മില്ലാഹി റഹ്മാനി റഹീം അമീന ബിസ്മില്ലാഹി റഹ്മാനി റഹീം അമീന ബക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ബക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ബിസ്മില്ലാഹി കാരുണ്യകടലായ അല്ലാഹു അവന്റെ പരിശുദ്ധമായ നാമങ്ങളാണ് റഹ്മാനും റഹീമും. കരുണ മാത്രമല്ല അതിലുള്ളത്, നിർഭയത്വം കൂടിയുണ്ട്. ആ നാമങ്ങൾക്ക് മുമ്പുള്ള ബാവിനെ പുള്ളിയോടൊപ്പം ഒരു വള്ളിയിട്ട് കീഴ്ഭാഗത്തേക്ക് നോക്കിയാൽ അത് മദീന മുനവ്വറയിലെ പച്ച കുബ്ബയായി നമുക്ക് കാണാം. ആ നാമങ്ങളുടെ പരമമായ ഉദ്ദേശവും മദീനയിൽ തന്നെയാണ്. ഇച്ഛ വരികളിലൂടെ പ്രവാചക പ്രഭുവിനെ വർണ്ണിക്കുന്നതായി നമുക്ക് കാണാം. ബക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. ഇസ്മുൽ അഅ്ലം ഹു മഖ്സൂദ് കലാമുൽ അഅ്ലാ. ഇസ്മുൽ അഅ്ലം ഹു മഖ്സൂദ് കലാമുൽ അഅ്ലാ. ഇസ്മുൽ അഅ്ലം ഹു മഖ്സൂദ് കലാമുൽ അഅ്ലാ. ഇൻഷാ അല്ലാഹു അക്ബർ മദീനയില. ഇൻഷാ അല്ലാഹു അക്ബർ മദീനയില. ഇസ്മുൽ ഇസ്മാം മുഹമ്മദ് ഹബീബൽ ലടി. ഇസ്മുൽ ഇസ്മാം മുഹമ്മദ് ഹബീബൽ ലടി. ഇസ്മുൽ ഇസ്മാം മുഹമ്മദ് ഹബീബൽ ലടി. ഏറ്റവും ഉന്നതമായ ആ കലിമത്തിന് ശേഷം ഉടനെ പ്രഖ്യാപിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്താണ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് മദീനയിൽ സർവാഡംബരങ്ങളോട് കൂടി വിരാജിക്കുന്നു എന്നാണ് കവി ഉദ്ദേശിച്ചത്. ബക്ക് പുള്ളിയിൽ വള്ളിയിൽ കീഴ് മദീന. മീമേ മീമായ മീമേ മിറാജൻ തടി. മീമേ മീമായ മീമേ മിറാജൻ തടി. മീമേ മീമായ മീമേ മിറാജൻ തടി. മീമ് ലാം അലിഫ് മിഫ്താഹ് നൂനാനടി. മീമ് ലാം അലിഫ് മിഫ്താഹ് നൂനാനടി. മീമെന്ന ശജറിൽ നിന്ന് നാലാറ് കൊമ്പുകളുണ്ട്. മീമെന്ന ശജറിൽ നിന്ന് നാലാറ് കൊമ്പുകളുണ്ട്. മീമിൽ വിരിഞ്ഞ കണിക്കായ്കളുണ്ട്. മീമിൽ വിരിഞ്ഞ കണിക്കായ്കളുണ്ട്. മുഹിയദ്ദീനുമുണ്ട് മുഹിയദ്ദീനുമുണ്ട്. മീമേ മീമാൽ ചമഞ്ഞ മുറബിയാക്കളുണ്ട്. ഓ മീമേ സാദോട് ദാലും
ഹയാത്താണടി മിംസാദോട് താലും ഹയാത്താണടി മിംസാദോട് താലും ഹയാത്താണടി. റൂഹിനോട് പറയാണ്, എന്റെ ശരീരം മീമെന്ന മുഹമ്മദീയത്തെ അലിഞ്ഞു ചേർന്നാൽ പിന്നെ അതിന്റെ റബ്ബിന്റെ ലിഖാഇലേക്കുള്ള മിഅ്റാജിലാണ്. പക്ഷേ നൂനെന്ന മന്ത്രവാദിൽ തുറന്നിട്ടല്ലാതെ ആകാശത്തിന്റെ റബ്ബിലേക്ക് എത്താൻ സാധ്യമല്ല. ആ വാതിലിന്റെ താക്കോലാണ് മീം. എങ്ങനെയാണ് മീം എന്ന മുഹമ്മദീയത്തിന് അലിഞ്ഞു ചേരുക? മുഹമ്മദീയത്തിനെ ചുംബിക്കാതെ ആർക്കാണ് ഇലാഹിയത്തിലേക്ക് അടുക്കാനാവുക? അതുല്ലേ സൂഫി പ്രണയ കാവ്യങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൻസൂർ പുത്തനത്താണി നമ്മുടെ വരികളിലൂടെ പറഞ്ഞു തരുന്നത്. എന്റെയൊന്നും എന്റെയല്ല, എല്ലാം നിന്റെ നാണ് ജല്ല. എന്റെയൊന്നും എന്റെയല്ല, എല്ലാം നിന്റെ നാണ് ജല്ല. ഉള്ളുവില്ലാതെ തൊള്ള തള്ളാതെ, ഉള്ളുവില്ലാതെ തൊള്ള തള്ളാതെ, ചെല്ലക്കില്ലാത്ത കള്ളിന്റെ ഹരമുണ്ടെങ്കിൽ, ചെല്ലക്കില്ലാത്ത കള്ളിന്റെ ഹരമുണ്ടെങ്കിൽ, മസ്തുഹു കിസ്തെങ്കിൽ മജ്ജമീൻ നജ്ജെങ്കിൽ, ഇല്ല അല്ലാഹ് അല്ലാതെ പുല്ലുവില തില്ലും ഇല്ല വില, ഇല്ല പുല്ലുവില ഇല്ലും ഇല്ല വില. എന്റെയൊന്നും എന്റെയല്ല, എല്ലാം നിന്റെ ദാണ് ജല്ല. എന്റെയൊന്നും എന്റെയല്ല, എല്ലാം നിന്റെ ദാണ് ജല്ല. അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.